ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഹോസ്പിറ്റലിൽ പോകുന്നതൊക്കെ. അങ്ങനെ വരുന്ന വഴിക്ക് ഞാൻ കുറച്ച് നെല്ലിക്ക വാങ്ങിച്ചിരുന്നു. നല്ല ഒരു ടേസ്റ്റാണല്ലോ നെല്ലിക്ക എന്നില്ല, പൈനാപ്പിൾ, മാങ്ങ, ഇതെല്ലാം ഉപ്പിലിട്ട എല്ലാ സംഭവങ്ങളും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ബീച്ചിലേക്കൊക്കെ ഓടി ചെല്ലുന്നത് ആദ്യം ഇത് കഴിക്കാനൊക്കെയും ഭയങ്കര ടേസ്റ്റാണ്. നോസ്റ്റ് ഫീല് അങ്ങനെയൊക്കെ പറയാം. ക്ലാസ് പോകുന്ന ടൈമിലൊക്കെ എങ്ങനെയെങ്കിലും എപ്പോഴും ഒരു നെല്ലിക്ക, ഒരു മാങ്ങ, അങ്ങനെ എന്തെങ്കിലും വാങ്ങി ഷെയർ ചെയ്ത് കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റുള്ള സംഭവമാണ് ഇതൊക്കെ. ഉപ്പിലിട്ടതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഒരു പീസെങ്കിലും കഴിക്കാനുള്ള ഒരു ഇതുണ്ടാവും ഏതൊരു ടൈമാണെങ്കിലും. അതൊന്ന് കഴിച്ച് നോക്കണം എന്ന് ഒരു ടെൻഡൻസി വരും. അങ്ങനെ നിങ്ങൾ വിചാരിക്കും ഇതൊരു ഹൈപ്പാക്കി പറയേണ്ട കാര്യം എന്താ, ഇത് മെയിൻ വീഡിയോ ആയിട്ട് ഇടുന്ന കാര്യം എന്താ, അതൊക്കെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആക്കി ഇട്ടാൽ പോരെയെന്ന്. പക്ഷേ ഇതൊരു നല്ലൊരു ടേസ്റ്റുള്ള സംഭവം ആയതുകൊണ്ട് ഞാൻ ഇട്ടത്. ഞാൻ കുറച്ച് വെറൈറ്റി കാര്യങ്ങളൊക്കെ പരീക്ഷിക്കാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ, ചിക്കൻ ഐറ്റംസ് അതൊക്കെ. പക്ഷേ എനിക്കത് വീഡിയോ എടുത്ത് നിങ്ങളെ മുന്നിലേക്ക് ഷെയർ ചെയ്യാൻ അതിനുള്ളൊരു സാഹചര്യം കിട്ടാത്തതുകൊണ്ടാണ്. മക്കളുമായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ, 2 മക്കളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബിസി ആയിരിക്കും. അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റാത്തതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കണം. എല്ലാ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അങ്ങനെ ഞാൻ കുഞ്ഞു കുഞ്ഞു വീഡിയോ എനിക്ക് ഇടാൻ പറ്റുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇതൊക്കെ ഇടുന്നത്. അങ്ങനെ നമുക്കിതാ നെല്ലിക്കൊപ്പിലിടാനുള്ള പരിപാടി നോക്കാം. എന്നും ഇക്കാക്ക ഇട്ടിട്ടില്ല, ഇന്ന് ഞാനാണ് ഇടുന്നത്. എന്നാലും ഇക്കാക്ക അവിടെ ഉണ്ട്, ഇടാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ ഇപ്പം നെല്ലിക്ക ഇടുന്നതിന് ഇത്ര പ്രത്യേകത ഒന്നും ഇല്ല, എന്നാലും ഞാൻ പറയുന്നേ ഉള്ളൂ. അങ്ങനെ അതിലേക്ക് നടുകീറിയ പച്ചമുളക്, എസൻസ്, പിന്നെ ഉപ്പ്, ഇതൊക്കെ ഇട്ട് മിക്സാക്കാം. അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്തിട്ട് നല്ല മിക്സാക്കിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ റെഡിയായി വന്നോളൂ. എന്നിട്ട് ആ വാഷ് ചെയ്ത് വെച്ച നെല്ലിക്ക നമുക്കതിലേക്ക് ഇടണം കേട്ടോ. ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കുറച്ച് ടൈം നെല്ലിക്ക ഇട്ട് വെച്ചിരുന്നു. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു പച്ചപ്പ് മാറാൻ വേണ്ടിയിട്ട്. ഓവറായിട്ട് വെക്കരുത്, കാരണം ഓവറായിട്ട് വെച്ചാൽ അത് ചീഞ്ഞു പോയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. അങ്ങനെ ഞാനിതാ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര എന്തിനാ ഉപ്പിലിടുന്നതിലിടുന്നതെന്ന് വിചാരിക്കും. ഇക്കതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് കേട്ടോ. ഞങ്ങളങ്ങനെ ഇടൽ നല്ല ടേസ്റ്റാണെന്ന് പറയും. കാരണം എന്താ വെച്ചാൽ ആ ഉപ്പ്, പുളി ഇതെല്ലാം ബാലൻസായി വെക്കാനാണ് അത് ഉപയോഗിക്കുന്നത്. അങ്ങനെതാ ഇനി ഞാൻ നമ്മളെ മെയിൻ സാധനം നെല്ലിക്ക അത് അതിലേക്ക് ഇങ്ങനെ പോട്ടെ. അങ്ങനെ അത് ഫുള്ളാക്കി അതിൽ വെച്ചിട്ട് ഇത് 2-3 ദിവസം അതിൻ്റെ അകത്ത് കിടന്ന് നല്ല ടേസ്റ്റായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോന്നിടത്ത് ഇങ്ങനെ കഴിക്കാം. പിന്നെ പെട്ടെന്ന് കുപ്പി കാലിയാന്ന് നമ്മൾ കാണൂല. അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.